അപ്പം നമ്മൾ ഒരു വ്യാപാരി ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് അതിലെ തടസ്സപ്പെടുത്തണം. അതിലെ സാധനങ്ങൾ ആദ്യം മെഷീനറി ഇറക്കുന്നിടത്ത് തടസ്സം. അവർ ചോദിക്കുന്ന കൂലി കൊടുക്കണം. ഈ കൂലി കൊടുക്കാൻ ഇല്ല, ഞങ്ങളുടെ ആൾ ഇറക്കുന്നത് ശരി, ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നോക്ക് കൂലി കൊടുക്കണം. ഞാൻ പറയുന്നത് ഇതല്ല, അത് ഒട്ടും ഈസ് ഓഫ് ബിസിനസ് അല്ലത്. അത് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന, ഈസി ആക്കുകയല്ല. അപ്പോൾ അതിനെ മാറ്റിയാൽ ഇത്രയും നല്ല അന്തരീക്ഷം ലോകത്തില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ടൂറിസ്റ്റ് സ്പോട്ട്സ് ബ്യൂട്ടിഫുൾ. ഇന്ന് നമ്മൾ ലോകം ഒന്നും കറങ്ങാൻ പോകണ്ട, ഇവിടെ കിടപ്പുണ്ടല്ല. ഈ മൂന്നാർ ദേവികുളം അങ്ങോട്ടുള്ള സംഭവം തന്നെ എടുത്താൽ കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എടുത്ത് നോക്കുക. അടുത്തൊരു വിഷയം, ഇപ്പോൾ വിഴിഞ്ഞം വന്നു, വലിയ വലിയ കണ്ടെയ്നേഴ്സ് വരുന്നു. ഈ വലിയ കണ്ടെയ്നേഴ്സ് വരുമ്പോൾ വലിയ ട്രക്കുകൾ വരും. ഇത് ഇതുവഴി ഓടിച്ചുകൊണ്ട് പോകും. നമുക്കതിനുള്ള റോഡില്ല. ഇപ്പം തന്നെ ഹൈവേ പണി നടക്കുന്നു. 40 കൊല്ലം മുമ്പ് തീർക്കേണ്ട പണിയാണ് ഇപ്പോൾ 2014 ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം 66,000 കോടി കൊടുത്തിട്ടും ഇപ്പോഴും തീരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എറണാകുളം മൂന്നാർ 90 കിലോമീറ്റർ. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ താഴെ മതി നല്ല സ്പീഡിൽ പോകുന്നൊരു വാഹനത്തിന്. പക്ഷെ നമ്മൾ എത്ര മണിക്കൂർ എടുക്കും? അപ്പോൾ ഇതിനകത്ത് കണക്ടിവിറ്റി ഇഷ്യൂ വലിയതുണ്ട്. ഇതെല്ലാം മാറാതിരിക്കില്ല. കാരണം വെച്ചാൽ പുതിയ തലമുറ വരും, എല്ലാം മാറി വരും. പക്ഷെ അപ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ വളരെ മുന്നിൽ പോയി കഴിഞ്ഞു. വ്യവസായങ്ങളെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ എന്തിനാണ് പുറം രാജ്യങ്ങളിൽ പോകുന്നത്? നല്ല ബുദ്ധിയുള്ള, നല്ല പഠിപ്പും വിവരമുള്ള പിള്ളേരില്ലേ ചെറുപ്പക്കാർ. അവരുടെ ബ്രെയിൻ ഇവിടെ നിൽക്കണ്ടേ. ഇതിപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും. കംപ്ലീറ്റ്ലി ഡ്രെയിനായി പോവാണ് നമ്മുടെ ഇവിടെ നിന്ന്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഈ സംസ്ഥാനം ഏറ്റവും നല്ല സംസ്ഥാനമാണ്. നമ്മൾ കേരള കോളിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോജക്റ്റ് കൊണ്ടുവരണം. എല്ലാവരും ഇങ്ങോട്ട് വിളിക്കണം, ഇവിടെ വരണം. സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ആസ് എ പൊളിറ്റീഷ്യൻ നമ്മുടെ ഉള്ളിലൊരു എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടോ കേരളത്തിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നന്നാവും എന്നുള്ളത്? ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ഭാഗമാണ്. കാരണം എന്താ പറയുക, അനന്തമായ സാധ്യതകളുണ്ട്. നമ്മൾ സാധ്യതയെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ചായിരിക്കും വികസനം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും, ദുബായ് നൈജീരിയയെ പറ്റി ഒരു കമ്പാരിസൺ എഴുതിയിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഒന്നുമില്ല, ഒരു തുള്ളി എണ്ണയില്ലാത്ത രാജ്യം. എക്സ്പാട്രിയേറ്റ്സിൻ്റെ പൈസ കൊണ്ട് ടൂറിസം കൊണ്ടും ഒക്കെയാണ് സർവൈവ് ചെയ്യുന്നത് ദുബായ്. എന്ന് എല്ലാവർക്കും ആഗ്രഹം ദുബായ് പോകാനല്ലേ. നൈജീരിയ എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ പേടിയാണ്, അവിടെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവും. ഏറ്റവും വെൽത്തി നേഷനാണ് നൈജീരിയ. ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യമാണ് നൈജീരിയ. എന്തുകൊണ്ട് അവിടെ പോകാതെ ഇവിടെ പോകുന്നു? ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ ഒരു നേതൃത്വമുണ്ട്. അവിടെ ഒരാൾ നയിക്കാനുണ്ട് ദുബായിക്ക്, മറ്റിടത്ത് നയിക്കാൻ ആളില്ല. ഈ നയിക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് നല്ലതായതുകൊണ്ട് ആ രാജ്യം പുരോഗമിച്ചു, അങ്ങോട്ട് ആൾക്കാർ പോകുന്നു. മറ്റിടത്ത് ഒരു നയിക്കാൻ ആളില്ല, അവിടെ യുദ്ധവും ഇൻറ്റേർണലി ഇൻസർജൻസിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ വേറെ 2 രാജ്യത്തെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വല്ലതും പറഞ്ഞാൽ ഞാൻ വല്ല രാഷ്ട്രീയം പറഞ്ഞതാവും. ഇതേ ഉള്ളൂ ഇവിടത്തെയും പ്രശ്നം. ഒറ്റ ഒരാൾ നല്ലത് വന്നാൽ ഇവിടെ കളി മാറും. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സാറിൻ്റെ ഒരു നോഷനിലൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണ്? എല്ലാം നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുന്നത്. എവ്രി ഡേ ഈ ലോകത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനാണ്. എന്നോട് ഞാൻ കുറച്ച് നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ തന്നെ എന്നെ തട്ടിയിട്ട് ഇടാം, കൃഷ്ണന്മാരെ നന്നായിരിക്കുന്നടാ, എൻ്റെ സ്കിന്നൊക്കെ നന്നായിരിക്കുന്നു, യു ആർ ലുക്കിംഗ് ഗുഡ്, നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ അകത്ത് ഇതൊക്കെ സംസാരിച്ചിട്ടിരിക്കും. ഇത്രയും അവയവങ്ങൾ ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, 1068 അവയവങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും നന്ദി പറയുക, താങ്ക് യു പറയുക, നമ്മളോട് സംസാരിക്കുക. നമുക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ that will give you a lot of happiness. അതാണ് സാർ ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നതിൻ്റെ? അതായിരിക്കാം. കാരണം വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കും, നല്ല പോലെ ഉറങ്ങും, പിന്നെ ഞാൻ തന്നെ ചിരിക്കും, മറ്റുള്ളവരെ പറ്റിയെ ചിരിപ്പിക്കാൻ നോക്കും. ഇതെല്ലാം കൂടി വരുമ്പോൾ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ ചെറുപ്പമായിട്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ കൂടി ഇരിക്കുമെന്ന് പറയേണ്ടതായിരുന്നു. ഭാര്യ പറയും, എന്ത് ചെറുപ്പം, ഇതൊക്കെ മേക്കപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ. വളരെ സന്തോഷം അങ്ങനെ പറഞ്ഞത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളും സമയം കണ്ടെത്തുക, നമ്മളോട് സംസാരിക്കുക. എവ്രി ഡേ നമുക്ക് ലോകത്ത് ആരേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മളായിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുക. ഓക്കെ, അപ്പോൾ സിനിമകളിൽ നമ്മളിപ്പം വളരെ കുറച്ചായിട്ടല്ലേ സിനിമകളിൽ കാണാറുള്ളൂ. അത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വന്നതുകൊണ്ട് സിനിമ ഒഴിവാക്കിയതാണോ? അങ്ങനെയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ പ്രായത്തിൽ ഓരോ താല്പര്യങ്ങളുടെ വിഷയം വരും. കാരണം നമുക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് 1.5-2 മണിക്കൂർ ചിലവാക്കാൻ മനസ്സ് വരുന്നില്ല. മാത്രമല്ല എൻ്റെ മക്കളുടെ സിനിമ പോലും ലാസ്റ്റ് ഇറങ്ങി 2-3 കണ്ടിട്ടില്ല. അങ്ങനെ മെയിൻ റോൾ ചെയ്തതല്ല, അഹാന ഫഹദ് ഫാസിലിൻ്റെ പടത്തിലൊരു ക്യാമിയോ റോൾ പോലെ ചെയ്തു, പാച്ചു അത്ഭുതം, അതുപോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം രാവിലെ ഇവിടെ വന്നാൽ രാത്രി വരെ ഇവിടെ ഇരിക്കും. രാഷ്ട്രീയത്തിലൊക്കെ 24 hours നമ്മൾ വർക്ക് ചെയ്യണം. ഞാനൊക്കെ വന്നിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ.
ഇവിടെ 40 കൊല്ലം വർക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനവും പേരും ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതിലൊന്നാണ് സിനിമ. പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇനി അടുത്ത ഭരണം ഇടതുപക്ഷ സർക്കാർ തന്നെ വരുമോ, അത് ഭരണം മാറി വരണം എന്നാണോ ആഗ്രഹം? എപ്പോഴും മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറിക്കൊണ്ടേയിരിക്കും. കാരണം മാറ്റം വരുമ്പോഴാണ് എപ്പോഴും രാജ്യത്തിനും നന്മ വരുന്നത്. എന്ന് വെച്ച് ഇവർ മാറി അവർ വരണമെന്നൊന്നും ആഗ്രഹിക്കില്ല. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ പാർട്ടി ജയിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ മാറ്റത്തിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ അത് പാർട്ടി മാറി അവസാനത്തെ 2 ആഴ്ച ആണ് എല്ലാം തീരുമാനിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സിന് എണ്ണം കുറവായിരുന്നു. ഇന്ന് തീരുമാനമെടുക്കാത്ത മനസ്സുള്ളവർ ഏകദേശം 40% ആൾക്കാരാണ്. ആ 40 ഇൻഫ്ലുവൻസ് ചെയ്യാൻ ലാസ്റ്റ് 2 ആഴ്ച മതി. അത് മാറുന്നതനുസരിച്ച് സ്വിങ് മാറും. ഏത് പാർട്ടി വേണോ ഇവർ ഭരണത്തിൽ തുടരാം, അല്ലെങ്കിൽ വേറൊരു പാർട്ടി വരാം, എന്തും സംഭവിക്കാം. അത് ലാസ്റ്റ് 2 വീക്സ് ഇസ് വെരി ക്രൂഷ്യൽ. കേരളത്തിൽ ബിസിനസ്സിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് തോന്നുന്നുണ്ടോ? കേരളത്തിൽ എല്ലാത്തിനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിനെ അറിയപ്പെടുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് നമ്മൾ വാങ്ങൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൊഡക്ഷനും വിൽക്കലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ പുറകോട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്തോ ചോദിക്കാൻ വന്നു. അതായത് നമുക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻ സിസ്റ്റം അങ്ങനെയായിപ്പോയി. എല്ലാത്തിനെയും തടസ്സപ്പെടുത്തുന്നു. ഇതൊരു രാഷ്ട്രീയപരമായ മറുപടി ഒന്നുമല്ല, നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ പൂട്ടിപ്പോകുന്നു. കാരണം ട്രേഡ് യൂണിയൻ അവരുടെ അവകാശങ്ങൾക്ക് അവർ കൂടുതൽ ബലം പിടിച്ചു. അപ്പോൾ എന്തു വെച്ചാൽ കാലാകാലങ്ങളിൽ ചെറുപ്രായം തൊട്ട് നമ്മൾ കേൾക്കുന്നത് എല്ലാ വ്യവസായവൽക്കരണത്തിനും എതിരായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, എല്ലാത്തിനും എതിർക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്ത് കിടക്കുന്നത് നമുക്കിവിടെ നാഗർകോവിലാണ്, പാലക്കാടിനപ്പുറത്തെ കോയമ്പത്തൂരാണ്. അവിടെ എല്ലാം ഇൻഡസ്ട്രികളുണ്ട്, അവിടെ എല്ലാം തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല അന്തരീക്ഷമാണ് ആക്ച്വലി എടുത്താൽ അറിയാമോ. കാരണം ഈ കേരളത്തിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ ടൂറിസത്തിന് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത വെച്ചാൽ ഒരറ്റം എടുത്ത് ഞാൻ നമുക്ക് വെസ്റ്റേൺ ഘാട്ട്സാണ് കേരളത്തിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനോഹരമായ നദികൾ, ആറ്, ലേക്ക് എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ കടപ്പുറം, 600 കിലോമീറ്റർ കടപ്പുറം. ഇതിനെ മാത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി എവിടെയോ നിൽക്കും. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി അത് ഇതെന്നൊക്കെ പറയുന്നു. ഒരു തരത്തിലുള്ള ഇത് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നല്ലൊരു പദ്ധതി ഒന്നുമില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാറ്റഗറിയിലെ അതിൽ കേരളം NDA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് നോക്കിയപ്പോൾ കേരളം 1ാമത്തെ റാങ്കിൽ വരുന്നുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഓക്കെ പറഞ്ഞുതരാം, ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യ ഇത് കേരളമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോകുന്ന ചികിത്സിക്കാൻ ഇവിടെ ഇത്രയും നല്ല ഉണ്ടെങ്കിൽ? അപ്പോൾ അതൊക്കെ ഈ BJP ഗവൺമെൻറ് ഇരുന്നപ്പോഴല്ലേ ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ക്രൈറ്റീരിയൻസ് ഉണ്ട്. അത് പാസ്സായി വന്നാൽ അത് കൊടുക്കും.